PDP ജില്ലാ പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് കോട്ടയത്തെ ഇടതുമുന്നണി. ഈരാറ്റുപേട്ട നഗരസഭയിലെ 9ാം ഡിവിഷനായ കാരക്കാടാണ് PDP ജില്ലാ പ്രസിഡന്റ് നിഷാദ് നടക്കൽ ഇടത് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. വെൽഫെയർ പാർട്ടി UDF ധാരണയെ ശക്തമായി വിമർശിക്കുന്നതിനിടെയാണ് ഈരാറ്റുപേട്ടയിലെ ഈ പുതിയ സഖ്യം. സംസ്ഥാനത്തൊട്ടാകെ വെൽഫെയർ പാർട്ടി UDF ബന്ധം എന്ന ആരോപണങ്ങൾ LDF ഉയർത്തുന്നതിനിടെയാണ് പലയിടത്തും PDPയുമായി സഖ്യം ചേർന്നുള്ള LDF നിലപാട് വരുന്നത് എന്നുള്ളതാണ്. ഇതിലേറ്റവും പ്രത്യക്ഷമായ കാഴ്ചയാണ് കോട്ടയം ജില്ലയിൽ നിന്ന് ഉയർന്നു വരുന്നത്. PDPയുടെ ജില്ലാ അധ്യക്ഷനെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിക്കൊണ്ടാണ് കോട്ടയത്ത് LDF ഈ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടിന് കളമൊരുക്കുന്നത് എന്നുള്ളതാണ്. നിഷാദ് നടക്കൽ എന്ന PDP ജില്ലാ പ്രസിഡന്റിനെ ഈരാറ്റുപേട്ട നഗരസഭയിലാണ് സ്ഥാനാർത്ഥി കാരക്കാട് 9ാം ഡിവിഷനാണ് കാരക്കാട് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈരാറ്റുപേട്ടയിൽ 2 സീറ്റുകളിൽ വെൽഫെയർ പാർട്ടി അത് UDF പിന്തുണയോടെ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ഈ രണ്ട് മുന്നണികളും LDFും UDFും ഒരിടത്ത് വെൽഫെയർ പാർട്ടിയുമായി UDF കൂട്ടുകെട്ടുണ്ടാകുന്നതെങ്കിൽ ഇപ്പുറത്ത് PDPയുമായി കൂട്ടുകെട്ടുണ്ടാകുന്നു എന്നുള്ളതാണ്. അതൊരു രഹസ്യമല്ല, പരസ്യമായി തന്നെ പോസ്റ്ററുകളിലടക്കം മദനിയുടെ ചിത്രം പതിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് നിഷാദ് നടക്കൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കാളിയാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും പരസ്പര ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നതിനിടെ, ഇടത് വലത് മുന്നണികൾ തമ്മിൽ ഉന്നയിക്കുന്നതിനിടെ BJPയും ഇത് രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. വർഗീയ ശക്തി എന്നാണ് പൊതുവെ LDFും UDFും ഒക്കെ BJPയെ അല്ലെങ്കിൽ LDF മുന്നണിയെ വിശേഷിപ്പിക്കാറുള്ളത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അതിനേക്കാൾ ഒരുപക്ഷെ തീവ്ര വർഗീയം എന്ന് ആരോപിക്കുന്ന കക്ഷികളുമായി ഇടതുമുന്നണിയും ഒപ്പം തന്നെ UDFും ബന്ധം പുലർത്തുന്ന പരസ്യ ബാന്ധവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് BJPയുടെ ആരോപണം. ഇപ്പുറത്ത് വെൽഫെയർ പാർട്ടിയുടെ സഖ്യം എന്നതിനെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അങ്ങനെ അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും അതും പരസ്യമായി നിൽക്കുന്നു പലയിടത്തും താഴെത്തട്ടിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ UDF ചൂണ്ടിക്കാണിക്കുന്നത്, പ്രാദേശിക നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് വെൽഫെയർ പാർട്ടിക്കെതിരെ വലിയ കേസുകളൊന്നുമില്ല. അതേസമയം PDPക്കെതിരെ അബ്ദുൽ നാസർ മദനിക്കെതിരെ ബോംബ് സ്ഫോടന കേസ് അടക്കം നിൽക്കുന്ന ഒരാളുടെ പാർട്ടിക്കൊപ്പമാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരാളുടെ ചിത്രം വെച്ചുകൊണ്ടാണ് LDF പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും 3 മുന്നണികളും ഇത് പലതരത്തിൽ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നു. ചിലരത് രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം തന്നെയാണ് ഈരാറ്റുപേട്ടയിൽ മാത്രമല്ല, സംസ്ഥാനത്ത് പലയിടത്തും ഇത്തരം ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ വ്യക്തമാകുന്നത്.